ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഡേ 1 തൊട്ട് രാവിലെ തൊട്ട് ഒരാളെ ഇങ്ങനെ പിന്നാലെ ഓടുകയാണ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ. പക്ഷേ ദയ, എല്ലാവർക്കും ദയനെ വേണം, എല്ലാവരും ദയയുടെ പിന്നാലെയാണ്. ദയ KGTയുടെ ഓൾ ഇൻ ഓൾ, KGTന്നല്ല കാഞ്ചിൻ്റെ എല്ലാ പ്രോഗ്രാമിൻ്റെ ഓൾ ഇൻ ഓൾ. ദയനെ അവസാനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ദയ ഐ നോ സോ മെനി സ്ലീപ്ലെസ് നൈറ്റ്സ് ആൻഡ് ലൈക്ക് യുനോ ദയയുടെ എഫേർട്സ് പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ദയക്ക് we want to know what's been going on for last 5-6 months. KGT till here day 0 എങ്ങനെ ഉണ്ടായിരുന്നു? KGT എന്ന് പറയുമ്പോൾ അതൊരു വികാരമാണ് നമ്മുടെ കാഞ്ചിൻ്റെ കുട്ടികൾക്കും പേരൻസിനും. പക്ഷെ നമ്മൾ കഴിഞ്ഞ കമ്മിറ്റി തുടങ്ങി വെച്ച ഒരു പേരൻറ് പോർട്ടൽ ഉണ്ടായിരുന്നു. അതിനെ ഈ വർഷം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എല്ലാ ഇവൻറ്റ്സും പേരൻസിന് 2 കുട്ടികളുടെ ഉണ്ടെങ്കിൽ 2 കുട്ടികളുടെയും പ്രോഗ്രാംസ് കാണാൻ പറ്റും. അതെനിക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ആക്കി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് സ്ക്രാമ്പിൾ ചെയ്യേണ്ട. അപ്പോൾ രജിസ്ട്രേഷൻ ഡെസ്കിൽ നമ്മുടെ ടൈം ഒത്തിരി സേവ് ചെയ്തു. കൂടാതെ നമ്മുടെ ഫുഡ് പ്രീ ഓർഡർ അതും വന്നു. അങ്ങനെ IT ആണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് KGT കൊണ്ടുവന്ന് നമ്മുടെ മാനുവൽ എഫേർട്സ് ഒത്തിരി കുറച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വോളണ്ടിയേഴ്സ് വർഷങ്ങളായിട്ട്, ഇപ്പം ഇത് 4ാമത്തെ വർഷമാണ് KGTയുടെ, നമ്മുടെ കൂടെ 4 വർഷമായിട്ട് നിൽക്കുന്ന ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട്. കൂടാതെ പേരൻസ് ഇപ്രാവശ്യം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇപ്പം പേരുകൾ കണ്ട് കുട്ടികളുടെ പേരുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവരെവിടെല്ലോ പിന്നെയുണ്ടല്ലോ. പക്ഷെ ഇപ്രാവശ്യം ഐ തിങ്ക് അബൌട്ട് 25% കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ഓട്ടോമേറ്റ് ആയിട്ടുണ്ടെങ്കിലും ദയയുടെ മാനുവൽ എഫേർട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ ഇത് ഇവിടം വരെ എത്തുന്നു? നമുക്കൊരു സപ്പോർട്ട് ടീമുണ്ട്. ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, കൂടാതെ നമ്മുടെ വോളണ്ടിയേഴ്സ് ലൈക്ക് IT ടീമുമായിട്ട് എവറി വീക്ക് കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മുടെ IT കോർഡിനേറ്ററായ നിതിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ നിതിൻ എന്നെ വിളിച്ച് കുറച്ച് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ KP ഉണ്ട്, കുർഷിദുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ലേണിങ്സ് ആണ് ഇതിലോട്ട് പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ഒരു അടിപൊളി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു നല്ലൊരു ഫിനാലോടെ കൂടെ നല്ലൊരു അവസാനത്തിനുണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വിഷസ് ഇതിൻ്റെ ഒരു എൻഡിന്. ഓക്കെ.